ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ വിവേക് മയ്യ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വടകരയിലുള്ള ഒരു വീടിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കേരള സ്റ്റൈലിലുള്ള കണ്ടംപററി സ്റ്റൈൽ, അതായത് കേരള കണ്ടംപററി സ്റ്റൈലുള്ള ഒരു വീടിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2470 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നമുക്ക് വേണ്ടി വന്ന ബഡ്ജറ്റ് 50 ലക്ഷമാണ്. അതായത് 2470 സ്ക്വയർ ഫീറ്റ് വീട് 50 ലക്ഷത്തിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ സ്പേസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്, അതിൻ്റെ എഞ്ചിനീയർ കൂടിയായ എഞ്ചിനീയർ ഷാനവാസ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇത് വടകരക്കടുത്ത് ആഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കോളം സ്ട്രക്ചറൽ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 2470 സ്ക്വയർ ഫീറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോളം യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറച്ച് ചതുപ്പ് ഉള്ള സ്ഥലമായിരുന്നു, അതുകൊണ്ടാണ് ഇത് കോളംസ് യൂസ് ചെയ്തത്. 2 ഫ്ലോറും നമ്മൾ ഫ്രെയിം സ്ട്രക്ചർ പോലെയാണ് ചെയ്യുന്നത്. അത് യെസ്. അപ്പോൾ ആദ്യം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വരാന്ത ഇത്ര ഇല്ലായിരുന്നു, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൂട്ടിയെടുത്തതാണ്. ഈ ഒരു ഏരിയ ഇത്ര എക്സ്റ്റെൻഡഡ് ആണ്. അതായത് അവിടെ തന്നെ ഇൻബിൽറ്റ് സീറ്റിംഗും കൊടുത്തിട്ടുണ്ട്. യെസ്. ഈ വീട്ടിലെ ലിവിങ് ഏരിയ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്തത്? ഇത് അട്രാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒലീവ് ഗ്രീനിന് പെയിൻറ്റിങ്ങിൽ മാത്രം ചില മാറ്റങ്ങൾ വരുത്തി, കൂടുതൽ ഇൻറ്റീരിയർ ഒന്നും ചെയ്യാതെ ഒരു സോഫ സെറ്റിങ്ങും ഒരു പെയിൻറ്റിങ്ങിലും മാത്രം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സീലിംഗിലുള്ള ലൈറ്റും പ്രൊഫൈൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒലീവ് ഗ്രീനാണ് നമ്മൾ പെയിൻ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ വീട് അകത്തൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അതെ. പിന്നെ ഇവിടെ ഈ പൂജാമുറി വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം അതിനെ പറ്റിയിട്ട് ക്ലയൻറ്റിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഒരു പൂജാമുറി സെറ്റ് ചെയ്യാനുള്ളത്. ഞാനും ക്ലയൻറ്റും കുറേ ആലോചിച്ചതിന് ശേഷം ഒരു ഡൈനിങ് ഏരിയക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു പൂജാ റൂം സെറ്റ് ചെയ്യാൻ. അത് ഒരു മുറിയായിട്ടല്ല സെറ്റപ്പ്? ഇല്ല, മുറിയായിട്ടല്ല സെറ്റപ്പ്. ഒരു സൈഡിൽ ഒരു പ്രത്യേക ഒരു പോർഷൻ എടുത്തിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിന് പിറകെ കാണുന്ന ലേസും കാര്യങ്ങളും CNC കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കൊടുത്തതാണ്. പിന്നെ മറ്റതെന്ന് പറഞ്ഞത് സീനറിയാണ്. അതൊരു ഏതൊരു ക്ഷേത്രത്തിന്റെ ഒരു ലുക്ക് പോലെ തോന്നുന്ന ബാക്ക്ഗ്രൗണ്ട്. അതെന്താണ് ചെയ്തത്? അത് പെയിന്റിങ്സ് ആണോ അല്ല വാൾപേപ്പർ ആയിരുന്നു? അത് വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന് മുന്നിൽ ഇങ്ങനെ ഒരു പാർട്ടിഷൻ വാൾ, അതായത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് പൂജാമുറിയിലേക്ക് ഒരു വ്യൂ പോകണ്ട എന്ന രീതിയിലാണ് അങ്ങനെ ഒരു പാർട്ടീഷൻ ചെയ്ത് ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡയറക്റ്റ് ഒരു വ്യൂ പൂജ റൂമിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. ഇത് ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്? മൾട്ടിവുഡിലാണ് വർക്ക് ചെയ്തത്. ഫുൾ ഇന്റീരിയർ വർക്കും മൾട്ടിവുഡിലാണോ ചെയ്തിട്ടുള്ളത്? മൾട്ടി പ്ലൈ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസ് ഏത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്? സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടഫൻ ഗ്ലാസും വുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ത്രെഡ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലും റൈസർ ചെയ്തിരിക്കുന്നത് ടൈൽസിലുമാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇവിടെ മാർബിളിലാണ് ചെയ്തത്. അത് മാത്രം ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കളർ വേരിയേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. മൊത്തത്തിലൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. സാധാരണ എല്ലാ വീടുകളും വരുന്ന പോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതുപോലെ തന്നെ ഒരു കിച്ചണും.
ഇതിൽ എന്താണ് അഭിപ്രായം? നിങ്ങൾ എല്ലാ കോമൺ ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നതാണോ, അല്ല പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ടോ? ഇത് ഹരിഗോവിന്ദന്റെ ആവശ്യപ്രകാരം ചെയ്തതാണ്. ആദ്യം അങ്ങനെയല്ലായിരുന്നു പ്ലാൻ ചെയ്തത്, പിന്നീട് ആ പ്ലാനിലേക്ക് മാറുകയാണ്. ഞാൻ ചോദിക്കാൻ കാരണം ഇവിടെ 2 കിച്ചൺ, ഒരു വർക്കിംഗ് കിച്ചൺ വേറെ കാണുന്നുണ്ട്, പിന്നെ ഒരു കിച്ചൺ ഉണ്ട്. അതുപോലെ തന്നെ അതിലൊരു മോഡേൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്ലയന്റായ ഹരിയേട്ടൻ്റെ ആവശ്യപ്രകാരമാണ് രണ്ടും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മോഡുലാക്കി മൂപ്പർ ഒരു പ്രവാസിയാണ്, ഗൾഫിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ മൂപ്പർ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യാറ്. അതുകൊണ്ടാണ് മൂപ്പർ ഇതേപോലെ തന്നെ ഇവിടെയും വീട്ടിൽ വന്നു കഴിഞ്ഞാലും മൂപ്പർക്ക് ആ സെറ്റപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. അതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലും പിന്നെ അക്രാലിക്കിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മോഡുലാർ കിച്ചൺ തന്നെ നമ്മൾ അവിടെ ക്ലയന്റിന് വേണ്ടി സെറ്റ് ചെയ്തത്. ഈ വീട്ടിൽ ടോട്ടൽ എത്ര ബെഡ്റൂം ഉണ്ട്? അതേപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്ര ബെഡ്റൂം ഉണ്ട്? ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഒരു കിഡ്സ് റൂമും ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. അപ്പോൾ മേലെ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. മേലെ ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഹാളും ബാൽക്കണിയാണ് ഉള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീടുകൾക്കും ഡിസൈനുകൾക്കും അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക്സിനും അതുപോലെ ആർക്കിടെക്റ്റിൻ്റെ സേവനങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് ഗ്രീൻ സ്പേസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അവിടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതുപോലത്തെ കണ്ടംപററി വീടുകൾ ആൾക്കാർ എന്നെ കമൻസിൽ ചോദിച്ചിരുന്നില്ല കഴിഞ്ഞ തവണ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കേരള സ്റ്റൈലിലുള്ള കണ്ടംപററി വീടുകൾ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ വീണ്ടും ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം.